സ്വാഗതം. നമ്മളിന്ന് ഹൈപ്പോതൈറോയിഡിസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഹൈപ്പോതൈറോയിഡിസം? നമ്മുടെ ശരീരത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുക? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ, അതെങ്ങനെ തിരിച്ചറിയാം? പിന്നെ രോഗനിർണയം, അതൊക്കെ എങ്ങനെയാണ്? ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. തുടങ്ങാമല്ലേ? തീർച്ചയായും. ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ആവശ്യത്തിന് ഇല്ലാതെ വരുന്നത് ഇന്ന് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ കഴുത്തില് മുൻഭാഗത്തായിട്ട് ഒരു ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയുണ്ട്. അതാണ് തൈറോയിഡ്. ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉണ്ടാക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. ഈ തൈറോയിഡ് ഹോർമോണുകൾ ആവശ്യത്തിനുണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നത്. ഓഹോ, അപ്പോൾ ഈ ഹോർമോൺ ഉണ്ടാക്കുന്നത് കുറയുമ്പോൾ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നേ? പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം, അതായത് ഉപാപചയ പ്രവർത്തനം, അത് കുറയും. അതിന്റെ വേഗത കുറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമാക്കുന്ന ആ പ്രോസസ്സില്ലേ, അതുപോലെ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നത്, ഹൃദയമിടിപ്പ്, അങ്ങനെ പല അടിസ്ഥാന കാര്യങ്ങളും പതുക്കെയാവും. ആ, ഈ മെറ്റബോളിസം കുറയുന്നത് കൊണ്ടാണോ അപ്പോൾ ഈ തടി കൂടുന്നതും പിന്നെ എപ്പോഴും ഒരു ക്ഷീണം തോന്നുന്നതും? ശരിയാണ്. ശരീരഭാരം കൂടുന്നത്, പിന്നെ എത്ര റെസ്റ്റ് എടുത്താലും ഒരു ക്ഷീണം, അതൊക്കെ സാധാരണ ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ, മറ്റ് ഹോർമോൺ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നല്ല സ്ട്രെസ്, ഇതൊക്കെ കാരണമാകാം. അതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ മാത്രം വെച്ച് ഇത് തൈറോയിഡ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് അത് അത്യാവശ്യമാണ്. ഹൈപ്പോതൈറോയിഡിസം പൊതുവെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. മിക്ക ആൾക്കാർക്കും എല്ലാ ദിവസവും ഒരു ചെറിയ ഹോർമോൺ ഗുളിക കഴിക്കേണ്ടി വരും. ചികിത്സ തുടങ്ങിയാൽ തന്നെ ലക്ഷണങ്ങളൊക്കെ കുറയും. പക്ഷേ ചികിത്സിച്ചില്ലെങ്കിലോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചികിത്സ തുടങ്ങിയവർ അത് മുടക്കുകയാണെങ്കിൽ, ഈ ഹൈപ്പോതൈറോയിഡിസം പതിയെ പതിയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കോംപ്ലിക്കേഷൻസ് വരും. ചിലപ്പോൾ അത് ജീവന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്താം. അതുകൊണ്ട് എന്തെങ്കിലും പുതിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഡോക്ടറെ കാണാൻ മടിക്കരുത്. ഇതിന് പല ടൈപ്സ് ഉണ്ടെന്നും പറയുന്നുണ്ടല്ലോ, അതൊന്ന് വിശദമാക്കാമോ? പ്രധാനമായിട്ടും 4 തരത്തിലാണ് ഇതിനെ തിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഇവിടെ പ്രശ്നം തൈറോയിഡ് ഗ്രന്ഥിക്ക് തന്നെയാണ്. അതിനാവശ്യത്തിന് ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അറിയുമ്പോൾ അത് തൈറോയിഡിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി കൂടുതൽ TSH, അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കും. അപ്പോൾ രക്തത്തിൽ TSH കൂടുതലായിരിക്കും. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, പിന്നെ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക്, കഴുത്തിൽ റേഡിയേഷൻ കൊണ്ടവർക്കൊക്കെ ഇത് വരാം. ഈ ഹാഷിമോട്ടോസ് എന്ന് പറഞ്ഞത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണെന്ന് പറഞ്ഞല്ലോ, എന്താണത്? ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയില്ലേ, അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന നമ്മുടെ സ്വയം സിസ്റ്റം, അത് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ തന്നെ നല്ല കോശങ്ങളെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഹാഷിമോട്ടോസിൽ ഈ പ്രതിരോധ സംവിധാനം തൈറോയിഡ് ഗ്രന്ഥിയെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രവർത്തനം കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ പ്രൈമറി കഴിഞ്ഞാൽ അടുത്തതോ? രണ്ടാമത്തേത് സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം. ഇത് അത്ര സാധാരണയല്ല. ഇവിടെ പ്രശ്നം തൈറോയിഡിലല്ല, തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ്. തൈറോയിഡിനോട് ഹോർമോൺ ഉണ്ടാക്കാൻ പറയുന്ന TSH ഉണ്ടാക്കുന്നത് ഈ പിറ്റ്യൂട്ടറിയാണ്. പിറ്റ്യൂട്ടറിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, ഒരു ട്യൂമറോ മറ്റോ വന്നാൽ, അതിന് ആവശ്യത്തിന് TSH ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ TSH കിട്ടാത്തതുകൊണ്ട് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്നത് കുറയ്ക്കും. മൂന്നാമത്തെ ടൈപ്പും ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണോ? അതെ, മൂന്നാമത്തേത് ടേർഷ്യറി ഹൈപ്പോതൈറോയിഡിസം. ഇതും വളരെ റെയറാണ്. ഇവിടെ പ്രശ്നം പിറ്റ്യൂട്ടറിക്കും മുകളിലുള്ള ഹൈപ്പോതലാമസിനാണ്. ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറിയോട് TSH ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന TRH എന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഹൈപ്പോതലാമസിന് TRH ശരിക്കുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റ്യൂട്ടറിക്ക് TSH ഉണ്ടാക്കാൻ സിഗ്നൽ കിട്ടില്ല. അപ്പോൾ തൈറോയിഡും ഹോർമോൺ ഉണ്ടാക്കില്ല.
ശരി. ആ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയറായി. ഇനി 4ാമത്തെ ടൈപ്പ്. നാലാമത്തേത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. ഇതിനെ മൈൽഡ് തൈറോയിഡ് ഫെയിലിയർ എന്നും പറയാറുണ്ട്. ഇവിടെ ബ്ലഡ് ടെസ്റ്റിൽ TSH കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ T4, T3 പോലുള്ള പ്രധാന തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് നോർമലായിരിക്കും. പലപ്പോഴും കാര്യമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ താൽക്കാലികമായിരിക്കാം, കുറച്ചു മാസങ്ങൾ കൊണ്ട് തനിയെ ശരിയാകാമെന്നും. എന്നാലും ചിലരിൽ ഇത് പിന്നീട് ഫുൾ ഹൈപ്പോതൈറോയിഡിസമായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ സാധാരണയായി ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറയും. ഇതാരെയാണ് കൂടുതലായി ബാധിക്കുന്നത്? ചിലർക്ക് സാധ്യത കൂടുതലാണെന്ന് കാണുന്നുണ്ടല്ലോ. അതെ, ഹൈപ്പോതൈറോയിഡിസം ആർക്ക് വേണമെങ്കിലും വരാം, കുട്ടികൾക്ക് പോലും. പക്ഷേ ഇത് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ ഒരുപാട് കൂടുതലായി കാണുന്നത്. പ്രത്യേകിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ, പിന്നെ ആർത്തവ വിരാമമൊക്കെ കഴിഞ്ഞവരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതൽ എന്നതിന് ഒരു ഒറ്റ ഉത്തരമില്ല. പക്ഷേ ഹോർമോൺ വ്യതിയാനങ്ങളും പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ പൊതുവെ സ്ത്രീകളിൽ കൂടുതൽ കാണുന്നതുമൊക്കെ കാരണങ്ങളായി പറയാറുണ്ട്. ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് ഒന്നുകൂടി വരാം. ക്ഷീണവും തടി കൂടുന്നതും നമ്മൾ പറഞ്ഞു. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം? ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ലക്ഷണങ്ങൾ വളരെ പതുക്കെയാണ് വരുന്നത്, ചിലപ്പോൾ വർഷങ്ങളെടുക്കുമെന്നാണ്. ഓർമ്മക്കുറവ്, ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നു. ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ടെൻഷൻ, പിന്നെ സ്കിന്നും മുടിയുമൊക്കെ വല്ലാതെ ഡ്രൈ ആകുന്നത്, മുടികൊഴിച്ചിൽ, രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുന്നത്, തണുപ്പൊട്ടും സഹിക്കാൻ പറ്റാതാവുക, കയ്യിലൊക്കെ മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് പോലെ തോന്നുക, മുഖത്ത് ചില മാറ്റങ്ങൾ, കൺപോളകൾക്കൊരു തൂക്കം, കണ്ണിനു ചുറ്റും ഒരു തടിപ്പ് പോലെ, ശബ്ദത്തിനൊരു മാറ്റം, ഒച്ചടപ്പ് പോലെ, പേശികൾക്ക് വേദന, ബലക്കുറവ് അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം, സ്ത്രീകളിൽ പീരിയഡ്സ് കറക്റ്റ് അല്ലാതിരിക്കുക അല്ലെങ്കിൽ ബ്ലീഡിംഗ് കൂടുക, ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ അതൊരു മന്ദത പോലെയാണോ? അതെ, പലരും അങ്ങനെയാണത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ, ചിന്തിക്കാനൊരു ബുദ്ധിമുട്ട്, കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പ്രയാസം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം. ഹൈപ്പോതൈറോയിഡിസം തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാം എന്നതിന്റെ ഒരു സൂചന കൂടിയാണത്. ഈ ലക്ഷണങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ വേറെ പല അസുഖങ്ങൾക്കും സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ്. ചിലപ്പോൾ പ്രായമാകുമ്പോൾ വരുന്ന മാറ്റങ്ങളായും ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ഡയഗ്നോസിസ് വൈകുന്നത്. അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ സ്ഥിരമായി തോന്നുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണണം. അത് പ്രധാനമാണ്. ഇനി കാരണങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇങ്ങനെ കുറയുന്നത്? ഏറ്റവും പ്രധാന കാരണം ഏതാണ്? ഏറ്റവും സാധാരണമായ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നം തന്നെയാണ്. മിക്കവാറും ഹൈപ്പോതൈറോയിഡിസം കേസുകളുടെ പിന്നിൽ ഈ ഹാഷിമോട്ടോസ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് ശരീരം സ്വന്തം തൈറോയിഡിനെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നതിന് കൃത്യമായ ഒരു കാരണം അതിപ്പോഴും വ്യക്തമല്ല. ജനിതകപരമായ കാര്യങ്ങളും ചിലപ്പോൾ പാരിസ്ഥിതിക ഘടകങ്ങളുമൊക്കെ ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടാവാം. ഹാഷിമോട്ടോസ് അല്ലാതെ വേറെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വേറെയും കാരണങ്ങളുണ്ട്. ചില മരുന്നുകൾ ഒരു കാരണമാണ്. പിന്നെ ജന്മനാ തന്നെ തൈറോയിഡ് ഗ്രന്ഥി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അത് ശരിക്ക് വളരാതിരിക്കുന്നത് കുട്ടികളിൽ ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകും. കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അയഡിന്റെ കുറവ് ഒരു കാരണമാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു പ്രശ്നമാണോ? ലോകത്ത് ചില സ്ഥലങ്ങളിൽ അയഡിൻ കുറവ് ഇപ്പോഴും ഒരു പ്രധാന കാരണം തന്നെയാണ്. പക്ഷേ ഉപ്പിലൊക്കെ അയഡിൻ ചേർക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് അത്ര സാധാരണമായൊരു കാരണമല്ല. എന്നാലും ഭക്ഷണത്തിൽ തീരെ അയഡിൻ ഇല്ലെങ്കിൽ അത് പ്രശ്നമാകാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ, അവിടെ ട്യൂമർ വരുന്നത് സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകും. പിന്നെ തൈറോയിഡൈറ്റിസ്, അതായത് തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കം. ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രസവാനന്തരമോ ഒക്കെ ഇത് വരാം. ഇത് പലപ്പോഴും താൽക്കാലികമായിരിക്കും. ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതൽ? റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ചില കാര്യങ്ങൾ ഈ അവസ്ഥ വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. ഒന്ന്, സ്ത്രീയാണെങ്കിൽ സാധ്യത കൂടുതലാണ്. പിന്നെ പ്രായം കൂടുന്നത്, പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ. വേറെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ടെങ്കിൽ, ടൈപ്പ് 1 ഡയബറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ളവ.
കുടുംബത്തിൽ ആർക്കെങ്കിലും, അതായത് അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ തൈറോയിഡ് പ്രശ്നങ്ങളോ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളോ ഉണ്ടെങ്കിൽ, മുമ്പ് തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് ചികിത്സ എടുത്തിട്ടുണ്ടെങ്കിൽ, ഗോയിറ്റർ പോലെ, തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്ത് ഗ്രന്ഥി ഭാഗികമായോ മുഴുവനായോ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ, തലയിലോ കഴുത്തിലോ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി റേഡിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഗർഭിണിയായിരിക്കുകയോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് അധികം നാളായിട്ടില്ലെങ്കിലോ ആദ്യത്തെ 6 മാസം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് പ്രധാന റിസ്ക് ഫാക്ടേഴ്സ്. ഗർഭാവസ്ഥ എങ്ങനെയാണ് ഒരു റിസ്ക് ഫാക്ടർ ആകുന്നത്? ഗർഭകാലത്ത് സ്വാഭാവികമായും സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ മാറ്റങ്ങൾ നടക്കും. കുഞ്ഞിന്റെ വളർച്ചയ്ക്കും അമ്മയുടെ ശരീരത്തിലെ മാറ്റങ്ങൾക്കും കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ആവശ്യമായി വരും. ചില സ്ത്രീകളിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഈ കൂടിയ ആവശ്യം നേരിടാൻ പറ്റില്ല, അപ്പോൾ ഹോർമോൺ കുറയും. അതാണ് ഗർഭകാല ഹൈപ്പോതൈറോയിഡിസം. ചിലപ്പോൾ പ്രസവം കഴിഞ്ഞും തൈറോയിഡ് പ്രവർത്തനം താളം തെറ്റാം. അതിനെ പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അതുകൊണ്ട് ഗർഭകാലത്തും അതിനുശേഷവും തൈറോയിഡ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചികിത്സിച്ചില്ലെങ്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. എന്തൊക്കെയാണ് ആ പ്രധാന പ്രശ്നങ്ങൾ? കറക്റ്റായി ചികിത്സിച്ച ഈ സങ്കീർണതകളൊക്കെ ഒഴിവാക്കാം. അതാണ് നല്ല കാര്യം. പക്ഷേ ചികിത്സിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ മരുന്ന് കറക്റ്റ് അല്ലെങ്കിൽ, അത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. 1. ഗോയിറ്റർ, അതായത് തൊണ്ടമുഴ. ഹോർമോൺ ഉണ്ടാക്കാൻ തൈറോയിഡ് കൂടുതൽ ശ്രമിക്കുമ്പോൾ അത് വീർത്ത് വലുതാവുന്നതാണ്. കഴുത്തിലൊരു മുഴ പോലെ കാണാം. ചിലപ്പോൾ ശ്വാസം എടുക്കാനും ഭക്ഷണം ഇറക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കാം. പിന്നെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ. ഹൈപ്പോതൈറോയിഡിസം ചീത്ത കൊളസ്ട്രോൾ LDL കൂടാൻ കാരണമാകും. ഇത് ഹൃദയത്തിന്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും ഹാർട്ട് അറ്റാക്ക് വരാനുമുള്ള സാധ്യത കൂട്ടും. ഹൃദയമിടിപ്പ് കുറയാനും ഹാർട്ടിന്റെ പമ്പിംഗ് ശക്തി കുറയാനും ഇത് കാരണമാകാം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഡിപ്രഷൻ കൂടാം, അല്ലെങ്കിൽ പുതിയതായി വരാം. ആൻസൈറ്റി കൂടാം. വന്ധ്യത ഒരു പ്രശ്നമാകാം. സ്ത്രീകളിൽ ഓവുലേഷനെയും പീരീഡ്സിനെയും ബാധിക്കുന്നതുകൊണ്ട് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. പുരുഷന്മാരിലും ഇത് ഫെർട്ടിലിറ്റിയെ ബാധിക്കാം. ഗർഭകാലത്ത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമാണ്. അബോർഷൻ, മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിനെ തൂക്കക്കുറവ്, ചിലപ്പോൾ ബുദ്ധിവളർച്ചയെ വരെ ബാധിക്കാം. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ. കൈയിലെയും കാലിലെയും ഞരമ്പുകൾക്ക് ഡാമേജ് വന്ന് വേദന, മരവിപ്പ്, തരിപ്പൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും ഗുരുതരമായ പക്ഷെ വളരെ അപൂർവമായ ഒരവസ്ഥയാണ് മിക്സിഡീമ കോമ. കടുത്ത ഹൈപ്പോതൈറോയിഡിസം ചികിത്സിക്കാതെ ഇരിക്കുകയും കൂടെ വേറെ വല്ല ഇൻഫെക്ഷനോ മറ്റോ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് സാധാരണ ഉണ്ടാകുന്നത്. ശരീരത്തിന്റെ ടെമ്പറേച്ചർ വല്ലാതെ താഴുക, ശ്വാസം കിട്ടാതാവുക, ബോധം പോവുക. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. ഇത് വളരെ റെയർ ആണെങ്കിലും ചികിത്സ എത്ര പ്രധാനമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ചികിത്സിച്ചില്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരാമല്ലേ? ഇത് ഒഴിവാക്കാൻ നേരത്തെ തന്നെ രോഗം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർമാരിത് കണ്ടുപിടിക്കുന്നത്? ആ പരിശോധനകളെക്കുറിച്ചും മറ്റുമൊന്ന് പറയാമോ? പറയാം. നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ആദ്യം തന്നെ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി ചോദിക്കും. എപ്പോ തുടങ്ങി, എത്രത്തോളമുണ്ട്, കുടുംബത്തിൽ ആർക്കെങ്കിലും തൈറോയിഡ് പ്രശ്നമുണ്ടോ, എന്ത് മരുന്ന് കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. കഴുത്തിൽ തൊട്ടുനോക്കി തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടോ, മുഴകളുണ്ടോന്നൊക്കെ നോക്കും. സ്കിൻ എങ്ങനെയിരിക്കുന്നു, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും. ഈ ലക്ഷണങ്ങളും പരിശോധനയും മാത്രം മതിയോ ഇത് ഉറപ്പിക്കാൻ? പോരാ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലക്ഷണങ്ങളും മറ്റു പലതിനും വരാം. അതുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉറപ്പിക്കാനും ചിലപ്പോ അതിന്റെ കാരണം മനസ്സിലാക്കാനും ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. 1. TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതാണ് ഏറ്റവും പ്രധാന ടെസ്റ്റ്. പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിൽ TSH കൂടുതലായിരിക്കും. കാരണം ഹോർമോൺ കുറയുമ്പോൾ പിറ്റ്യൂട്ടറി കൂടുതൽ TSH ഉണ്ടാക്കും. രണ്ടാമത്തേത് ഫ്രീ T4. അതാണ് രക്തത്തിലുള്ള പ്രധാന തൈറോയിഡ് ഹോർമോൺ. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഇത് സാധാരണയായി കുറവായിരിക്കും. മൂന്നാമത്തേത് T3. ഇതും ഒരു തൈറോയിഡ് ഹോർമോണാണ്. ചിലപ്പോൾ ഇതും നോക്കും, പക്ഷെ സാധാരണ TSHഉം ഫ്രീ T4ഉമാണ് ഡയഗ്നോസിസിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഹാഷിമോട്ടോസ് ആണോ കാരണമെന്ന് സംശയമുണ്ടെങ്കിൽ തൈറോയിഡ് ആന്റിബോഡികൾക്കുള്ള ടെസ്റ്റും ചെയ്യാറുണ്ട്.
ആന്റി-TPO ആന്റിബോഡി ടെസ്റ്റൊക്കെ. സ്കാനുകളൊക്കെ എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? ഈ ബ്ലഡ് ടെസ്റ്റ് മാത്രം പോരെ? മിക്കവാറും കേസുകളിൽ ബ്ലഡ് ടെസ്റ്റ് മതിയാകും. പക്ഷെ ചിലപ്പോൾ ഡോക്ടർക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഘടന ഒക്കെ അറിയണമെങ്കിൽ ഇമേജിംഗ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കാം. ഉദാഹരണത്തിന് തൈറോയ്ഡ് അൾട്രാസൗണ്ട് സ്കാൻ. അതുവെച്ച് ഗ്രന്ഥിയുടെ സൈസ്, അതിൽ മുഴകളുണ്ടോ, അതിന്റെ ടെക്സ്ചറിൽ മാറ്റമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഹാഷിമോട്ടോസിൽ ചില പ്രത്യേക മാറ്റങ്ങൾ കാണാം. വലിയ ഗോയിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്തുള്ള ഭാഗങ്ങളെ ഞെരുക്കുന്നുണ്ടോ എന്നറിയാൻ ചിലപ്പോൾ CT സ്കാനോ MRI സ്കാനോ വേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയിച്ചാൽ, സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം ആണെന്ന് തോന്നിയാൽ തലയുടെ സ്കാൻ വേണ്ടിവരും. പിന്നെ തൈറോയ്ഡ് അപ്ടേക്ക് സ്കാൻ എന്നൊരു ടെസ്റ്റുണ്ട്. ഒരു ചെറിയ അളവ് റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുത്തിട്ട് അത് തൈറോയ്ഡ് എത്രത്തോളം വലിച്ചെടുക്കുന്നു എന്ന് നോക്കും. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഈ വലിച്ചെടുക്കൽ കുറവായിരിക്കും. പക്ഷേ ഇത് ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഓവർ ആക്റ്റീവ് തൈറോയ്ഡ് കണ്ടുപിടിക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.